മലയാളികളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം CJ റോയുടെ മരണവാർത്ത പുറത്തു വന്നത്. എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു അത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയായ CJ റോയ് വളരെയധികം സമ്പന്നനും അതേപോലെ തന്നെ പ്രശസ്തിയുമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും ഒരു ആത്മഹത്യ ഒട്ടും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. മരണത്തിന് തൊട്ടു മുൻപ് വരെ സോഷ്യൽ മീഡിയ വഴിയായാലും എങ്ങനെയും അദ്ദേഹം വളരെയധികം ആക്റ്റീവായും ഇൻസ്റ്റാഗ്രാം റീലുകളെല്ലാം തന്നെ പങ്കുവച്ച ഒരാളായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ആദ്യം ഞെട്ടിയത് മലയാളികൾ തന്നെയായിരുന്നു. ബാംഗ്ലൂരിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യ. സ്വന്തം തോക്കെടുത്ത് തലയിൽ വെടിവെച്ച് മരിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ മലയാളികളെ ഞെട്ടിക്കുന്ന കാര്യം അതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ മരണ വാർത്തയിൽ വലിയ രൂപത്തിലുള്ള ആശങ്കയുണ്ട് എന്ന് പ്രേക്ഷകരെല്ലാവരും ഒരേപോലെ പറഞ്ഞിരുന്നു. മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച ആ ഒരു വാർത്തയിലൂടെ തന്നെയാണ് പോലീസും ഇന്ന് കേസുമായി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും ദുരൂഹത എത്രയും വേഗം കേസെടുത്ത് അന്വേഷിക്കണം എന്നും അദ്ദേഹത്തിന്റെ ആരാധകരും മറ്റു മലയാളികളും പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. അദ്ദേഹം എന്തിന് ഈ ഒരു കടുങ്കൈ ചെയ്തു? മരിക്കാൻ വേണ്ടിയുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ഓഫീസിൽ റെയ്ഡ് വന്നതാണ് മരണകാരണം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയപ്പെടുന്നത്. എന്നാൽ അതാണോ യഥാർത്ഥ കാരണം? അദ്ദേഹം ആത്മഹത്യ തന്നെ ചെയ്തതാണോ എന്നതിൽ തന്നെ ഇപ്പോൾ സംശയമുണ്ട് എന്നാണ് മലയാളികൾ പറയുന്നത്. കാരണം അദ്ദേഹം പോലുള്ള ഒരാളെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല എന്നും, എന്നാൽ ഒരുപക്ഷം ആളുകൾ അദ്ദേഹം മരിച്ചത് ഭയം കൊണ്ടാണ് എന്നും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിച്ചതാണ് എന്നും അതുകൊണ്ടുള്ള പേടി കാരണം തന്നെ അദ്ദേഹത്തിന്റെ മുഖം പുറത്തു വരും എന്ന ഭയമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്ന ഒരുപക്ഷം ആളുകളുമുണ്ട്. എന്നാൽ ഇതിൽ യാഥാർത്ഥ്യം ഏതാണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഉടനെ തന്നെ അതിനെപ്പറ്റിയുള്ള ഒരു അന്വേഷണം നടക്കുമെന്നും യഥാർത്ഥ കാരണം എന്താണെന്ന് പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് മലയാളികളും വിശ്വസിക്കുന്നത്. CJ റോയെ പോലുള്ള ഇത്രയുമധികം സമ്പന്നനായ ഇത്രയുമധികം പ്രശസ്തിയുള്ള ഒരാൾ എന്തിനീ കഴിയുകയും ചെയ്യണം എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുള്ള പോലെ തോന്നുന്നുണ്ടോ എന്നും, അതോ അദ്ദേഹത്തിന്റെ മരണം സ്വാഭാവികമായ ഒരു ആത്മഹത്യയാണോ എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. വാർത്തകളും വിശേഷങ്ങളായാലും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.